എനിക്ക് പഞ്ചാമൃതം കഴിക്കണം എന്നുണ്ട്, ആരെങ്കിലും കുറച്ച് തരുമോ എന്ന് സ്റ്റോറി ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എനിക്ക് പഞ്ചാമൃതത്തിൻ്റെ ഒഴുക്കായിരുന്നു. സ്റ്റോറി കണ്ട് ഇത്രയും പഞ്ചാമൃതം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതിൽ ഞാൻ ആദ്യം വിളിച്ചത് ജിമ്മിലെ ആകാശമായിരുന്നു. അപ്പോട്ടാ നിങ്ങൾക്ക് പഞ്ചാമൃതം ഞാൻ കൊണ്ട് തരാമെന്ന്. ആഹാ ആകാശേ നന്ദിണ്ടാ. ഇതാണ് ആര്യ കടയിലേക്ക് കാലത്തെ കൊണ്ടു തന്നു കേട്ടോ. ആര്യ വേറെ ആരുമല്ല, നമ്മുടെ അരിയും കെട്ടാൻ പോകുന്ന കുട്ടിയാണേ. ആ ദിവസം തന്നെ ഉച്ച കഴിഞ്ഞ് എൻ്റെ ഫോണിലേക്ക് ഒരു കോള്. ശരണേ നിനക്ക് പഞ്ചാമൃതം വേണ്ടേ? ആഹാ എൻ്റെ കൂടെ +2 പഠിച്ച വിദ്യയാണിത്. ഇങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ് പുതുക്കേണ്ടത് എന്ന് അവൾ തെളിയിച്ചു. അത് കഴിഞ്ഞ് ടൗണിലെ മില്ലറ്റ് ഷോപ്പിൽ ചേച്ചി ഗ്രീഷ്മി ചേച്ചി, ചേട്ടനെ പഞ്ചാമൃത കടയിലുണ്ട് വന്നാൽ കൊണ്ടുപോകാമെന്ന്. ഓക്കെ ഇതാ പറഞ്ഞെത്തി ചേച്ചി. ഞാൻ ഒരു മസാല സോഡ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് ചേച്ചി ഒരുപാട് നിർബന്ധിച്ചു. പക്ഷേ എനിക്കതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നടന്നു വന്നു. എൻ്റെ സ്റ്റോറി വിബേട്ടൻ കണ്ടിട്ടില്ല തോന്നുന്നു. കണ്ട അയാൾ എന്നെ പഞ്ചാമൃതം കൊണ്ട് ആറാട്ട് നടത്തിയിട്ടുണ്ടാവും. അടുത്തത് എന്നെ ഞെട്ടിച്ചത് ഈ ചേച്ചിയാണ്. എൻ്റെ ജിമ്മിൽ വരുന്ന ചേച്ചിയുടെ വീടാണിത്. ചേച്ചി മെസ്സേജ് കണ്ടിട്ട് പറഞ്ഞു, മോനെ നിനക്ക് പഞ്ചാമൃതം ഞാൻ തരാം, വീട്ടിലേക്ക് വന്നാൽ മതി പറഞ്ഞു. ശരി അങ്ങനെ വീട്ടിലേക്ക് പോണു. ചേച്ചി അവിടെ ഇല്ല, ചേച്ചി പുറത്ത് പോയിരിക്കണു. ചേച്ചി ഇതാ സാധനം അവിടെ എടുത്തു വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ശ്രുതി ചേച്ചി താങ്ക് യു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് തച്ചടിയുള്ള ഈ തുണിക്കടയിലോട്ടാണ് കേട്ടോ. ചേച്ചി എന്നെ കണ്ടാൽ തന്നെ അയ്യോ എന്നെ കാണിക്കണ്ട, എന്നെ മാത്രം കാണിക്കരുത്. ചേച്ചി ഭയങ്കര കോമഡി ആയിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് 2-3 ദിവസം ഇത് എടുത്തു വെച്ച് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. അതും കഴിഞ്ഞ് നേരെ പോയത് എൻ്റെ കൂടെ 10ാം ക്ലാസ് പഠിച്ച സന്ദീപിൻ്റെ വീട്ടിലേക്കാണ്. സന്ദീപ് എനിക്ക് വേണ്ടി 2-3 ദിവസമായിട്ട് അവൻ എടുത്തു വെച്ചിരിക്കുന്നു. ഓക്കെ താങ്ക് യു. പിറ്റേ ദിവസം കാലത്ത് 7:30 2 കുട്ടികൾ വന്നിരിക്കുന്നു. എവിടെ നിന്ന് അറിയോ? സെൻറ്റ് മേരീസ് പോളിടെക്നിക്കിൽ. ഈശ്വര നമുക്ക് അവിടെ നിന്ന് പഞ്ചാമൃതം എത്തിയോ? കുട്ടികളെ എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അൺലിമിറ്റഡ് ബിരിയാണി കഴിക്കാൻ ഇടയ്ക്കൊക്കെ വായോ എന്ന് പറഞ്ഞ് ഞാൻ അവർ ടാറ്റ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇനിയും മുഖം കാണിക്കാത്ത ഒരുപാട് ആൾക്കാരെ എനിക്ക് പഞ്ചാമൃതം തന്നിട്ടുണ്ട്. അവരോടും ഇതിൽ വീഡിയോയിൽ കാണിച്ച എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.